നമുക്കിന്ന് കുബൂസ് ഉണ്ടാക്കിയാലോ. കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കുബൂസ് വേണോ മയണൈസ് വേണോ അതുപോലെ ചിക്കൻ ഷവർമ വേണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും താല്പര്യം ഷവർമയാണ്. പക്ഷെ ഷവർമ നമ്മൾ വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ കുബൂസ് പുറത്തുനിന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കണം. അതുപോലെ മയണൈസും പുറത്തുനിന്ന് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ആക്കാലോ എന്ന്. അപ്പോൾ മയണൈസും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, കുബൂസും ചെയ്യുന്നുണ്ട്, ഷവർമയും ചെയ്യുന്നുണ്ട്. മൂന്ന് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് കൂടുകയും ചെയ്യും, ആർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല. നമ്മളെല്ലാം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറെ കമന്റ്സ് വരാറുണ്ട്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസിപ്പി ഒരാൾ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് മിസ്റ്റേക്സ് ഒന്നും പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതും അവർക്ക് അത് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതും. അങ്ങനെ എനിക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട്, ചേച്ചി അത് പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് നന്നായി, ഞാൻ ചെയ്തപ്പോൾ ശരിയായി, കറക്റ്റ് ആയി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചിലപ്പോൾ കമന്റ്സ് വന്നേക്കാം, ഇത് ഓരോന്നോ ചെയ്യുന്നതിന് പകരം എല്ലാം ഒരുമിച്ച് ചെയ്താൽ പോരെ എന്ന്. അപ്പോൾ ഇത് കുബൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന കുബൂസ് കുറച്ച് ഗോതമ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗോതമ്പൊടി ഒഴിവാക്കണമെങ്കിൽ മൈദപ്പൊടി മാത്രം ഉപയോഗിച്ച് കുബൂസ് ചെയ്യാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെ എടുക്കുക, ഗോതമ്പൊടിയുടെ അളവിലും കൂടി മൈദപ്പൊടി എടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. നമുക്ക് ഈസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ചെറിയ ബോൾസ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ അത് സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് പഞ്ചസാരയും ഇളം ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് നന്നായി പൊങ്ങി വരും. അതിനുശേഷം മാത്രം മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തു പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇത് പറയുന്നുണ്ട്, എങ്കിലും അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഒന്നുകൂടി പറഞ്ഞത്. അപ്പൊ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള കുബൂസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചപ്പാത്തിയൊക്കെ ഇല്ലേ സ്കൂളിൽ കൊടുത്തുവിടുക, ചപ്പാത്തിക്ക് പകരമായിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ ഇതുപോലെ കുബൂസൊക്കെ ഉണ്ടാക്കി നമ്മുടെ വെജ് റോളോ വെജ് റാപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ മുട്ടയും ചിക്കനൊക്കെ സ്കൂളുകളിൽ കൊണ്ടുപോകാൻ പെർമിഷൻ ഉള്ള സ്കൂളുകളാണെങ്കിൽ ചിക്കനോ എഗ്ഗോ ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ റാപ്പോ റോളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുബൂസ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ കുബൂസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്, ഈസ്റ്റ്, പഞ്ചസാര, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പ്, ഇളം ചൂടുവെള്ളം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. ഇതുപോലത്തെ ഈസ്റ്റ് അല്ല, സാധാരണ നമുക്ക് കിട്ടുന്ന ചെറിയ ബോൾസ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റും പഞ്ചസാരയും ഇളം ചൂടുവെള്ളവും ചേർത്ത് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഈ മെഷറിംഗ് കപ്പിൽ. അതിലേക്ക് 3/4 കപ്പ് ഗോതമ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പിന് 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കണക്ക്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിലും പെർഫെക്റ്റ് ആവില്ല, കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പെർഫെക്റ്റ് ആവില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റ്. അപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് കിട്ടുന്ന ഈസ്റ്റ് ആണെങ്കിലും നമ്മൾ 1 ടീസ്പൂൺ തന്നെ എടുക്കുക. അതിനുശേഷം വെള്ളവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വയ്ക്കുക. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് വയ്ക്കാത്തതെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ഒരുമിച്ച് തന്നെ ഒഴിക്കുകയാണ്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴയ്ക്കുന്നതിനേക്കാൾ ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് പൊടിയുണ്ട്. ഇനിയിപ്പോൾ കൈ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും കുഴയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഈ കുഴച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ട് ബലം പ്രയോഗിച്ച് കുഴയ്ക്കുക. കയ്യിലൊട്ടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിത് മാവ് പൊങ്ങി വന്നു കഴിയുമ്പോൾ അധികം കുഴക്കില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ നന്നായിട്ട് കുഴയ്ക്കുന്നത്. മാവ് പൊങ്ങി വന്നിട്ട് നമ്മൾ വീണ്ടും കുഴക്കുകയാണെങ്കിൽ കുബൂസ് കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബോളായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കുഴഞ്ഞാൽ മതി. ഇതിപ്പോൾ നമ്മളിങ്ങനെ തൊടുമ്പോൾ കണ്ടോ താഴ്ന്നു പോകുന്നുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കണം.
ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൊടി കുഴച്ചെടുത്ത ഈ പാത്രം ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന മാവ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ മാവ് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാൻ പോവാണ്. വെജിറ്റബിൾ ഓയിൽ പാത്രത്തിൽ തടവുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിലേക്കും കൂടി തടവുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവും നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വന്നു കഴിയുമ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡ്സിലൊന്നും ഒട്ടിപ്പിടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഓയിൽ ഉപയോഗിച്ചിട്ട് മാവിൻ്റെ മുകൾ ഭാഗം ഒന്ന് തടവി കൊടുക്കുക. അതിന് ശേഷം എടുത്ത് ഈ പാത്രത്തിലേക്ക് വയ്ക്കുക. ഇതിന് നമുക്കൊരു തുണി നനച്ചിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് അടച്ചു വയ്ക്കുന്ന പോലെ തന്നെ പാത്രത്തിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ചു വയ്ക്കുക. മിനിമം 3 മണിക്കൂർ വയ്ക്കുക. 3 മണിക്കൂറിന് ശേഷം പൊങ്ങി കഴിയുമ്പോൾ നമുക്ക് കുബൂസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ 3 മണിക്കൂറിൽ കുറവ് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. 3 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഞാനിപ്പോൾ ഇതുപോലൊരു തോർത്ത് നനച്ചിട്ട് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ കട്ടിയുള്ളൊരു ടവൽ എടുത്തിട്ട് നനച്ചിട്ടാലും മതി. ഇപ്പോൾ നമ്മുടെ കുബൂസിൻ്റെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതുപോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റണം. നന്നായിട്ട് ബലത്തിൽ കുഴച്ചെടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുബൂസ് പൊങ്ങി വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. അനക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. നമ്മൾ ആ എണ്ണ പാത്രത്തിൽ പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ വിട്ട് വരുന്നത്. ഇതൊന്ന് പതുക്കെ കുഴയ്ക്കുക, ഏറ്റവും സോഫ്റ്റായിട്ട് കുഴയ്ക്കുക. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ഈ മാവ് പൊങ്ങുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ചൂടുള്ള സമയത്തെ കണക്കാണ് 3 മണിക്കൂർ എന്ന് പറഞ്ഞത്. മഴക്കാലത്തൊക്കെയാണ് നമ്മൾ ഇതുപോലെ കുബൂസിൻ്റെ മാവ് റെഡിയാക്കി വയ്ക്കുന്നതെങ്കിൽ 6 മണിക്കൂർ വരെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ആ സമയം നമ്മൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴയ്ക്കാൻ ചെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടാണിത് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറുക. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ഈ മാവുണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചപ്പാത്തി കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് പ്ലേറ്റിലേക്ക് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ മാവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഷവർമ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അധികം വലിപ്പം ഉണ്ടാവാറില്ലല്ലോ, ചെറിയ വലിപ്പത്തിലല്ലേ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ വലിപ്പത്തിൽ കട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ കുബൂസ്. ഞാനിപ്പോൾ ചെറിയ വലിപ്പത്തിൽ ഉണ്ടാക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വലിപ്പം വ്യത്യാസം വരുത്തുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ട് മൈദപ്പൊടിയിലൊന്ന് ഞാൻ കൈ ഡിപ്പ് ചെയ്തു. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ഉണ്ടല്ലോ, ഇത് നമ്മൾ പൊറോട്ടയ്ക്ക് ചെയ്തില്ലേ, അതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ആ കട്ട് ചെയ്ത സൈഡ് നമ്മൾ പരത്തി വരുമ്പോൾ ഷേപ്പ്ലെസ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത്. കണ്ടോ, ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കുക. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. കയ്യിലൊന്ന് മൈദപ്പൊടി അപ്ലൈ ചെയ്യുക. കുബൂസിൻ്റെ മാവ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കുക. എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ഉള്ളിലേക്ക് ആക്കുക. കണ്ടോ, ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനും ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ കണ്ടോ, ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കുറച്ച് ഗ്യാപ്പിട്ടാണ് ഓരോ ബോൾസും വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി വീണ്ടും ഇത് നനഞ്ഞ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വലുതാവുമ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിൽ പ്ലേറ്റിൽ വയ്ക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇതിനി നമ്മൾ ഈ കുബൂസ് പരത്തി കഴിയുമ്പോൾ നമ്മൾ പരത്തിയിടില്ലേ, ചുട്ടെടുക്കുന്നതിന് മുന്നേയായിട്ട് പരത്തിയിടുമ്പോൾ ഇതേ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെ അതൊന്നും അടച്ചിടുക. അതുപോലെ തന്നെ മൂടി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുബൂസ് ചുട്ടെടുക്കുമ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും മൂടി വയ്ക്കുക എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുബൂസ് ഡ്രൈ ആയി പോവും, അപ്പോൾ പൊങ്ങി വരില്ല, കൂടുതൽ ഹാർഡായി പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് സോഫ്റ്റ് ആയിരിക്കാനുള്ള വേറൊരു വഴി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോൾസ് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറക്കാം. കണ്ടോ, ബോൾസ് കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. ഒരുപാടങ്ങ് വലുതായി പോവില്ല, പക്ഷെ തമ്മിൽ ഒട്ടാതിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കുറച്ച് പൊടി ഇടുക. ഒരുപാട് പൊടി വേണ്ട, നമ്മുടെ ചപ്പാത്തി പാനിൽ പൊടി കൂടുതലാവും, അതുകൊണ്ടാണ് വളരെ കുറച്ച് പൊടി ഇടുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബോൾ എടുത്ത് വയ്ക്കുക, അതിൻ്റെ മേലെയും കുറച്ച് പൊടി ഇടുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി ആകുമ്പോൾ 2 സൈഡിലേക്കും തിരിച്ചിട്ടിട്ട് പരത്തിയെടുക്കും. പക്ഷെ കുബൂസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ നമ്മൾ പരത്തിയെടുക്കാൻ പാടുള്ളൂ. അപ്പം അതൊക്കെ അധികം ബലമൊന്നും കൊടുക്കാതെ ഒന്ന് പരത്തിയെടുക്കുക. ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ചായിട്ട് മാവ് തൂവിക്കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ തിക്നെസ് ഉണ്ട്, അധികം തിന്നും അല്ല അധികം തിക്കും അല്ല, ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ നനഞ്ഞ തോർത്തെടുത്ത് വെച്ചിരുന്നു, അതിട്ടിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. ഓരോന്നും നമ്മൾ പരത്തിയിട്ട് ഈ തോർത്ത് ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ വീണ്ടും പരത്തുക അടുത്ത ബോളും. ഇപ്പോൾ ഇത് നമ്മൾ കുബൂസ് എല്ലാം പരത്തിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ അടച്ചു വെക്കാനാണ് പറഞ്ഞത്. ഇതുപോലെ നിരത്തിയിട്ടിട്ട് ഇതുപോലെ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോന്നായിട്ട് എടുത്ത് ചുട്ടെടുക്കുക. ഞാൻ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ പാൻ ചൂടായി വരുന്നത് വരെ വീണ്ടും ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ കുറച്ച് തിക്നെസ് ഉള്ള ഒരു ടവലും കൂടി എടുത്ത് വയ്ക്കുക. ഇത് ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടവൽ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് കുബൂസ് ചുട്ട് വയ്ക്കുക, ഉടനെ തന്നെ ഇത് വെച്ച് അടച്ചു വെക്കുക. അങ്ങനെ ആകുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് ചപ്പാത്തി ഇതുപോലെ തന്നെ ചെയ്യാം. കുബൂസ് ഉണ്ടാക്കിയിട്ട് കാസറോളിലേക്ക് വെക്കരുത്, ഒരു പരന്ന പ്ലേറ്റിൽ വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവി വരുമ്പോൾ കുബൂസ് കുതിർന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യാമെന്ന് പറയുന്നത്. ഒരു പരന്ന പ്ലേറ്റിൽ ഈ ഒരു തിക്നെസ് ഉള്ള ഒരു ടവൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കുക. അപ്പോൾ നമുക്കിനി പാൻ ചൂടാക്കിയിട്ട് കുബൂസ് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന കുബൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇടുന്ന പോലെ തന്നെ ഉടനെ തന്നെ തിരിച്ചിടരുത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇതിൽ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തിരിച്ചിടുക. അതുപോലെ ചപ്പാത്തി കുക്ക് ചെയ്യുന്ന പോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കണ്ടോ, ഇപ്പോൾ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. വീണ്ടും നമുക്ക് തിരിച്ചിടാം. ഇനി പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പൊങ്ങി വരും. ചപ്പാത്തി പ്രസ് ചെയ്യുന്ന പോലെ നല്ല ബലത്തിൽ പ്രസ് ചെയ്യരുത്. നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുബൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ വെച്ചിരുന്ന ടവലിൽ നിന്ന് പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഞാനതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. പെർഫെക്റ്റ് ആയിട്ടുണ്ടോ ഇൻസൈഡ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടോളൂ. കണ്ടോ, ഇതുപോലെ ഇൻസൈഡ് നന്നായിട്ട് കുക്കായി പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും അതേ ടവലിൽ തന്നെ അടച്ചു വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടോ, ഞാൻ ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അടച്ചു വയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുബൂസ് ഇനി നമ്മൾ കഴിക്കുന്നത് വരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, ഇതുപോലെ നമ്മൾ അടച്ചു വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ പ്ലേറ്റിലേക്ക് ആ ഒരു ആവി വന്നിട്ട് അതിൻ്റെ നനവും വരില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുബൂസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഷവർമ റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും കുബൂസ് മാത്രം ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ വീട്ടിൽ കുബൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക്, കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യുക.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.